ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. മൈ നെയിം ഇസ് ജേജോ ജോൺസൺ സി. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം, ടോപ്പിക്, ഈ ദിവസം. ഞാൻ ഈ ഒരു ടോപ്പിക്ക് പറയാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമുക്ക് സന്തോഷം ലഭിക്കുന്നതും സന്തോഷം നേടേണ്ടതും സന്തോഷം നമുക്ക് കിട്ടുന്നതും നമ്മൾ ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഈ ഒരു സമയം നമുക്ക് ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് ദൈവം തന്നൊരു അവസരത്തെ ഓർത്തിട്ടാണ്. കാരണം ഇത് പറയാൻ കാരണം എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിൽ പലരും, എൻ്റെ ഈ വീഡിയോ കാണുന്ന പല സുഹൃത്തുക്കളും ചിലപ്പോൾ വിഷമിച്ചിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കാം, ചിലവർ ചില പ്രതീക്ഷ വെച്ചിട്ടുണ്ടായിരിക്കാം, ചിലർ ചില നിരാശപ്പെട്ടിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കാം, ചില പ്ലാനുകൾ നടക്കാതെ അല്ലെങ്കിൽ അതിന് കാലതാമസം എടുക്കുമ്പോൾ ഉള്ള ആ ഒരു മാനസികാവസ്ഥയിലായിരിക്കാം. പക്ഷെ നമ്മൾ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു സമയം, ഈ ഒരു ദിവസം, ഈ ഒരു സെക്കൻഡ് നമുക്ക് നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചതിനെ ഓർത്ത് നമ്മളെപ്പോഴും സന്തോഷം അത് കണ്ടെത്തണം, സന്തോഷിച്ചിരിക്കണം എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ഒരു സമയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ദിവസത്തിൽ നമുക്ക് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യം ഉണ്ടായിരിക്കും. അതെല്ലാം നമുക്ക് നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ നമ്മൾ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷത്തിന്റെ ഒരു അടിസ്ഥാനം അല്ലെങ്കിൽ ഒരു ഒരു ബേസ് നമ്മളെപ്പോഴും കണ്ടെത്തണം. ആ ബേസിന്റെ മുകളിലായിരിക്കണം നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ അതെല്ലാത്തിനും സാറ്റിസ്ഫിക്കേഷൻ അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു 100% റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. നമ്മളൊരു കാര്യം വിഷമിച്ച് അല്ലെങ്കിൽ അതൊരു വേണോ വേണ്ടേ എന്നൊരു മനോഭാവത്തോടെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ഫുൾ സാറ്റിസ്ഫിക്കേഷൻ കിട്ടില്ല. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ഒരു കാര്യം ചെയ്തിട്ട് അത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ അതെപ്പോഴും അതൊരു 100% നമുക്കും അത് ആ ആ പ്രവൃത്തി അല്ലെങ്കിൽ ചെയ്ത് കിട്ടുന്ന ആൾക്കും നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നല്ല രീതിയിൽ ചെയ്യണം. പിന്നെ നമ്മളിപ്പോൾ ഉള്ള ഈ ഒരു സമയം, ഈ ഒരു ദിവസമാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഏറ്റവും സന്തോഷം നൽകുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് എപ്പോൾ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയ ഈ ഒരു സമയത്ത് കൂടെ കടന്നു പോകുന്ന തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ച് ആ ഒരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ആ ഒരു കാര്യങ്ങൾ കൂടിയാണ് നമ്മൾ കടന്നു പോകേണ്ടത്. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ, നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തേണ്ടതാണ്. ചാനൽ